ഇത് വഹദത്തുമാല വ്യാഖ്യാനമാണ്. ഇതിന്റെ ഉള്ളിൽ തനിച്ച കുഫറാണ്. ദീനുമായി അടുപ്പിക്കാൻ, ബന്ധപ്പെടുത്താൻ പറ്റാത്ത അതിശക്തമായ കുഫറുകൾ നിറക്കപ്പെട്ട ഗ്രന്ഥമാണിത്. സമാനമായ ഗ്രന്ഥങ്ങൾ വേറെയുമുണ്ട്. എന്തിനാ ഇത് പിടിക്കുന്നത്? ജനങ്ങളെ കാണിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഈ അപകടം ബോധ്യപ്പെടുത്തൽ നമ്മുടെ ബാധ്യതയാണ്. ഈ രണ്ട് ദുഷിച്ച ചിന്തകളുടെ നിർമ്മാതാക്കൾ ആരാണ്? ഹല്ലാജും ഇബ്നു അറബിയുമാണ്. ചരിത്രത്തിൽ ശുദ്ധ കാഫിറുകൾ എന്ന് വിധിക്കപ്പെട്ട പണ്ഡിതന്മാരുടെ ഐക്യമുള്ള, ദീനുമായി ബന്ധപ്പെടുത്താൻ പറ്റാത്ത രണ്ടാളുകൾ. അവരെയാണ് നമ്മുടെ ഉസ്താദുമാർ ഇമാമുകളായി കാണുന്നത്. നോക്കൂ നിങ്ങൾ, സൂഫികളുടെ പാത എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ പറയുന്നു എന്താണ്? ഈ രണ്ട് വ്യക്തികളെ പോരിശ. സൂഫികളിൽ ഹല്ലാജും ഇബ്നു അറബിയും തൗഹീദിനെ പരമമായ താത്വിക ഭാവത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഹല്ലാജ് ഇബ്നു അറബി ആര്? അല്ലാഹു എല്ലാ സൃഷ്ടികളിലും അവതരിക്കുകയും എന്നിട്ട് അവന്റെ ശക്തിയും ചൈതന്യവും അവന്റെ പ്രകാശവും ഒക്കെ എല്ലാ സൃഷ്ടികളിലും വ്യാപിക്കും. അങ്ങനെ എല്ലാം അല്ലാ, അനല്ല, ഞാനല്ല, നീയല്ല, അവനല്ല, അവളല്ല, എല്ലാം അല്ലാ. ഇതാണത്രേ തൗഹീദ്. ഇനി നോക്കൂ നിങ്ങൾ, ഇവർ സമൂഹത്തിൽ കൊണ്ടു നടന്ന വൃത്തികെട്ട അല്ലെങ്കിൽ വളരെ മോശമായ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ എന്താണ്? ഹല്ലാജിന്റെ വ്യതിയാനങ്ങളെപ്പറ്റി പണ്ഡിതന്മാർ പറയുന്നു, നുബുവത്ത് വാദിച്ചവനാണ്, പ്രവാചകത്വം വാദിച്ചവനാണ്. എന്നിട്ടോ ആ അവസ്ഥയിൽ ഉയർന്ന് അയാൾ വാദിക്കുന്നു, അന്നഹു ഹുവല്ലാ, ഞാൻ അല്ലാഹുവാണ്, അനല്ലാ, ഞാൻ അല്ലാഹുവാണ്. അയാളുടെ മകന്റെ ഭാര്യയോട് അയാൾക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദോ എന്ന് ചോദിച്ചപ്പോൾ ഹല്ലാജിന്റെ മറുപടി, ഇലാഹും ഫിസ്സമാ വ ഇലാഹും ഫിൽ അർദ്. അല്ലാഹ് ഉപരിലോകത്തെ ആരാധ്യനാണ്, ഞാൻ ഭൂമി ലോകത്തെ ആരാധ്യനാണ്. ഇതാണോ ഉസ്താദുമാരെ തൗഹീദ്? ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണിത്? ഏത് ഷഹാദത്താണിത്? ഏത് ആയത്തിലാണ്, സ്വീകാര്യമായ ഹദീസിലാണ് ഈ കാര്യമുള്ളത്?